കുളി കഴിഞ്ഞാൽ എൻ്റെ മുടി നൂഡിൽസ് പോലെയാ. ഈ നൂഡിൽസ് മുടി കാരണം എന്നെ ചെറുപ്പത്തിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് വിളിച്ചുകൊണ്ടിരുന്നത് മൈക്കിൾ ജാക്സൺ എന്നാ. ഓ മൈ ഗാഡ്. നിങ്ങൾക്ക് ഇതുപോലെ ചില പേര് കിട്ടിയിട്ടുണ്ടോ? കമന്റ് ചെയ്യണേ. മുടിയിലൊന്നും തൊട്ടില്ല, അതിന് മുന്നേ തന്നെ കൊഴിഞ്ഞ് കയ്യിൽ വന്നു. 30+ ആയ ഇതൊക്കെ സ്വാഭാവികം. കുറച്ചു കാലങ്ങളായിട്ട് ഭക്തിമാർഗ്ഗമാണ്. അതുകൊണ്ട് ഇന്ന് ഈവനിങ് ആയത് കാരണം അമ്പലത്തിൽ പോകണം. ഈ കുർത്ത എൻ്റെ കുഞ്ഞനീതിയുടെ ഗിഫ്റ്റ് ആണേ, അതുകൊണ്ട് ഇതെനിക്ക് ഇച്ചിരി സ്പെഷ്യലാണ്. മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ നോക്കിയപ്പോഴാ വയറ് ചാടിയിരിക്കണം. ഞാൻ കുറേ നാളായിട്ട് LITന്റെ കാജൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നല്ല ഡാർക്ക് ആയിട്ട് എഴുതാം, സ്മഡ്ജ് ആവില്ല, പിന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണേ. പിന്നെ ലിപ്സ്റ്റിക്ക് പോകുന്നത് അമ്പലത്തിലോട്ടായത് കാരണം ഒരു മയത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പച്ച ടോപ്പിന് ഒരു പച്ച കളറിലെ പൊട്ടും കൂടെ ആയാലോ പുൽച്ചാടിയെ പോലെ ഇരിക്കുവോ? ഈ മുടി ഞാൻ എങ്ങനെയൊക്കെ ഒതുക്കി കെട്ടിവെച്ചു. ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതും എൻ്റെ ഒരു അനിയത്തിക്കുട്ടി ഗിഫ്റ്റ് തന്നതാണ്. ഇതും അവള് തന്നെ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. അമ്പലം തൊട്ടടുത്തായത് കാരണം ചെറിയ പേഴ്സ് എടുക്കാമെന്ന് വെച്ചു. ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നടന്ന് അങ്ങനെ അമ്പലത്തിലെത്തി. ഈ അമ്പലത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. അമ്പലത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കണിക്കൊന്നയാണ്. കണിക്കൊന്നയൊക്കെ ഇപ്പോഴേ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ അമ്പലത്തിൽ വന്നാൽ എപ്പോഴും ഒരു പഴമയുടെ ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കിട്ടി. ഈ അമ്പലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണോ ഇതാണേ. ഇരുട്ടുന്നതിന് മുന്നേ വീടെത്താൻ നോക്കട്ടെ. ചന്ദ്രൻ ഫുൾ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. ഓ മൈ ഗാഡ്, എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.